വെള്ളം തിളക്കുമ്പോൾ കുറച്ച് ഉപ്പ്. എന്താ ഉണ്ടാക്കാനല്ലേ ഈ ഒരു സാധനമാണ്. ഇത് കഴുകിയിട്ടുണ്ട്. ഇനി കഴുകി നമുക്ക് വെള്ളത്തിലിട്ട് കൊടുക്കാം. ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് സമയം ഇതാക്കിയെടുക്കാം. ഒന്നത് തിളക്കട്ടെ. ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഊറ്റിയെടുക്കണം. നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്. കത്തിക്കട്ടെ. കത്തി. അപ്പം ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണം കുറച്ച്. ഇപ്പം അങ്ങനെ തന്നെ. ഇത് ചൂടായിട്ടുണ്ട്. ഞാൻ ചൂടാകുന്നുണ്ട്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെള്ളം പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ള. പിന്നെ വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത വെളുത്തുള്ളി ഇഞ്ചി ഇടുന്നുണ്ട്. വെളുത്തുള്ളി ചൂടാകുമ്പോൾ അതിൽ നമുക്ക് കട്ട് ചെയ്ത ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഇട്ട് കൊടുക്കണം. ഇതെല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഞാനിത് യൂട്യൂബ് കണ്ടിട്ടാണ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് യൂട്യൂബിൽ കുറേ വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നൊരു ചെറിയൊരാഗ്രഹം. അപ്പോൾ അതിൻ്റെ പേരിലാണ്. ഇപ്പോൾ വെക്കേഷനല്ലേ, കുട്ടികൾ വീട്ടിൽ തന്നെ ഉള്ളതല്ല, അതുകൊണ്ടാണ് ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും എടുത്തിട്ടുണ്ട്. ഉള്ളിയൊന്ന് സവാള, നമ്മൾ ഉള്ളി എന്ന് പറയും, വലിയ ഉള്ളി എന്ന് പറയും, ചില ആൾ സവാള എന്ന് പറയും, ചില ആൾക്കാർ ഒനിയൻ എന്ന് പറയും. അങ്ങനെയല്ല, ഇത് ചെറിയ ഉള്ളിയായിരിക്കും. അങ്ങനെ ഒരു വലിയ സവാള എടുക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ചിക്കൻ പാസ്തയാണ് ഉണ്ടാക്കാൻ പോകുന്നു. ചിക്കൻ മക്രോണി പാസ്തയാണ് മക്രോണി. അപ്പോൾ അതിന് ഒരു വലിയൊരു സവാള എന്ന് കേൾക്കും. ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക്. ഇത് ഇങ്ങനെ ഉണ്ടാക്കുന്നതല്ലേ, പക്ഷെ എനിക്കിത് 2 സാധനം കിട്ടിയിട്ടില്ല. മല്ലിയില കിട്ടിയിട്ടില്ല, കൂടാണ്ട് മല്ലി പൊതിന ഇല കിട്ടിയില്ല, പിന്നെ നമ്മുടെ ക്യാപ്സിക്കം കിട്ടിയില്ല. അപ്പോൾ വീട്ടിലേക്കല്ല, അവിടെ പ്രശ്നമില്ല വന്നു വരും. അപ്പോൾ ഈ ഒനിയൻ ഒന്ന് ചൂടാവുന്നുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് അതും കൂടി തട്ടി കൊടുക്കണം. അപ്പോൾ ഇതിൽ നല്ല ഇത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ആവശ്യമുള്ള മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ്. അങ്ങനെ നമ്മൾ ചിക്കൻ ഇടുന്നതുകൊണ്ട് ചിക്കനിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ ഉപ്പ് ഇടുന്നു. അപ്പോൾ ഈ ഇഞ്ചി പച്ചമുളകിനൊക്കെ വേണ്ടുന്ന ഉപ്പ് മാത്രമേ ഇടുന്നുള്ളൂ. ഉപ്പ്. ഇനി മസാലപ്പൊടി, ഇത് മഞ്ഞൾ പൊടിയാണ്. ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി എത്രയാണെന്നൊന്നും പറയാനെന്നാണ് അങ്ങനെ കൃത്യമായിട്ട് അറിയില്ല. പിന്നെ ഈ സ്ഥലം എന്ത് ഇങ്ങനെയാണെന്ന് ചോദിക്കണ്ട. ഇത് നമുക്കിതൊരു പലഹാര നിർമ്മാണ യൂണിറ്റുണ്ട്. ആളുള്ള സ്റ്റൗ ആണ്. ഇവിടെ നമ്മൾ 10 സ്റ്റൗ ഒന്നിച്ചിട്ടുള്ളതാണ്. ഒരു സ്റ്റൗ ഞാൻ ചെയ്യുന്നു. നമ്മൾ ഇവിടെ ശങ്കരൻകട പലഹാര കൽത്തപ്പം കാര്യപ്പം കിണത്തപ്പല ചെയ്യുന്ന ഇവിടെ. അപ്പോൾ അതിൻ്റെ ഷെഡായത് അവിടുന്ന് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഏരിയ ഇങ്ങനെ കിച്ചണല്ലാത്തത്, കിച്ചണിലെ പോലെയല്ലാന്ന് ഉള്ളത്. അപ്പോൾ ഇത് വാടി വന്ന് മഞ്ഞളും ചേർത്തിട്ടുണ്ട്. കുറച്ച് മുളക് പൊടിക്കാതെ, അതിന് ഞാൻ കാശ്മീരി പൗഡറാണ് ചേർക്കുന്നത്. വളരെ കുറച്ചേ ചേർക്കുന്നുള്ളൂ. പിന്നെ ചിക്കനിൽ എരിവുണ്ട്. പിന്നെ ഇതിന് വേണ്ടുന്ന പച്ചമുളക് കൂട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട്. പിന്നെ ചെയ്യുന്ന കുറച്ച് കുരുമുളക് പൊടി. കുരുമുളകിൽ സ്പൂണ് കാണാതെ ഇപ്പം. അപ്പോൾ കുറച്ച്
കുരുമുളക് പൊടി. നമ്മൾ വീട്ടിലാക്കുമ്പോൾ എല്ലാം വെവ്വേറെ പാത്രത്തിലൊന്നുമല്ല, പ്രൊഫഷണലായിട്ടൊന്നുമല്ല അല്ല, അതായത് ബൗളിൽ നിന്ന് തന്നെയല്ലേ എടുത്ത് ചെയ്യും. ഞാൻ അങ്ങനെ ചെയ്ത് ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. കുറച്ചേ ഇടുന്നില്ല, കുറച്ച് ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. ഒറിഗാനോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ, ഓപ്ഷണലായിട്ട്, അല്ലാതെ അങ്ങനെ ചേർക്കാമെന്നല്ല. പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർക്കണം ഇതിൽ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കുറച്ച് പിന്നെ സോസ്, ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ട്. ഇനി വേഗം നമുക്ക് ചെയ്യാം. നമ്മളിതാക്കി വെച്ച ചിക്കൻ മതി. ചെറിയ ഇതിൽ ആക്കി വെച്ച ചിക്കനാണ്, വേവിച്ച ചിക്കൻ ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. ഒരു സ്പൂണ് മാറ്റിയിട്ട് നമുക്ക് ഏറ്റവും ചെറുത് എന്നാൽ കിട്ടുമോ അതാണ് നമുക്ക് ഉപയോഗിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൊണ്ട് എത്ര സമയം ഞാൻ ഈ സ്പൂൺ ഉപയോഗിച്ചു. ഞാൻ സ്പൂൺ ഉപയോഗിച്ചാൽ ശരിയാവില്ല. അപ്പോൾ ചിക്കനും കൂടിയിട്ട് വേവിച്ച ചിക്കനാണ് ഇട്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ തിളപ്പിച്ച് ഊറ്റി വെച്ച സാധനം വെച്ചിട്ട് ഇതിലിടാം. വേവിച്ച് വെച്ചത് അതിനെ ഇനി നമുക്ക് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ഈ അരിപ്പയിലിട്ട് തന്നെ ഇടുന്നുണ്ട്. നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യണം. ഇതിൽ 2 സാധനം ഇല്ലാതായിപ്പോയേ, വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കണ്ട, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന രീതിയിലാണ്. നിങ്ങൾക്ക് എന്തെങ്കിൽ മല്ലിയിലയും, കാരണം ഇത് ചിക്കൻ്റെ ആയതുകൊണ്ടാണ് ഇതിൽ മല്ലിയിലയും ചേർക്കണം എന്ന് പറയുന്നത്. ക്യാപ്സിക്കം എന്തായാലും വെജിറ്റബിൾ ചെയ്യുമ്പോൾ നമ്മൾ ക്യാപ്സിക്കം ചേർക്കും, പക്ഷേ ചിക്കൻ്റെ ആയതുകൊണ്ട് മല്ലിയിലയും പുതിനയിലയും ചേർക്കേണ്ടത്. നമുക്കൊരു കുറച്ച് ചിക്കൻ്റെ ആയതുകൊണ്ട് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇതാവാൻ വെക്കാം. കാരണം നമുക്ക് വെന്ത് കിട്ടുമോ, ചിക്കൻ വെന്തിട്ടില്ലേ എന്നൊരു ഡൗട്ടുണ്ട്. വേവിച്ചതാണ്, എന്നാലും നമുക്ക് കുറച്ച് 2 സ്പൂണ് വെള്ളം. അപ്പോൾ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാവും. പക്ഷേ വലിയ ആക്കിയത് കാണുമ്പോൾ അത്ര ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ചാണകത്തിലുണ്ടാകുന്ന പുഴുവിനെ പോലെ ഈ സംഭവം ഉണ്ടാവുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെയാണ്. കുട്ടികൾക്ക് അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് അറിഞ്ഞൂടാത്തത് കൊണ്ട് അവർക്ക് ആ പ്രശ്നമില്ല. വലിയ ആൾ അത് ഓർമ്മിച്ച് കഴിക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞ ഈ ഒരു സാധനം കഴിക്കില്ല. പിന്നെ ടേസ്റ്റ് ഉണ്ടാവും. ഇതെല്ലാം ഇതിങ്ങനെ, കാരണം നമ്മൾ ഇത്രയധികം സാധനങ്ങൾ ഇതിലിടുന്നില്ല, അതുകൊണ്ട് ടേസ്റ്റ് ഉണ്ടാവും. ഇതൊരു 5 മിനിറ്റ് നമുക്കിങ്ങനെ ഇതിലേക്ക് ആദ്യം വേവട്ടെ. ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇത് വലിയ ഫ്ലെയിമാണ്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. നമുക്ക് ഇത് ശങ്കരങ്കട പലഹാര നിർമ്മാണ യൂണിറ്റ് എല്ലാവർക്കും കണ്ണൂരുള്ളൊരു ഇതാക്കെല്ലാം അറിയാം. കണ്ണൂർ മാത്രമല്ല, എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം കാലത്തിപ്പം 10-60 വർഷമായിട്ടുണ്ടാകുന്ന സംഭവമാണ്. നമ്മളിപ്പോഴും ചെയ്തു കൊടുക്കുന്നുണ്ട്, ബേക്കറികളിൽ കൊടുക്കുന്നുണ്ട്. കൂടാണ്ട് ഇവിടെ വന്നിട്ട് ഓർഡർ എടുത്തിട്ടുള്ള നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ്. കലത്തപ്പമുണ്ട്, കാരിയപ്പമുണ്ട്, കിണത്തപ്പമുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കും. പഞ്ചസാരയിലും വെള്ളത്തിലുള്ള കിണത്തപ്പം ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കലാപരിപാടികളെല്ലാം ചെയ്യുക. അതുകൊണ്ടാണ് ഈ ഏരിയ ഈ ഒരു കിച്ചണിൽ ആയിട്ട് കാണാൻ പറ്റാതെ. ഈ ഏരിയയിൽ എപ്പം കരിയാണ്, കാരണം ചകരി വെച്ചിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ കരി പിടിച്ച ഇതാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് കൃത്യം പറഞ്ഞില്ല, എല്ലാവരും വിചാരിക്കില്ല എന്നാൽ കരി പിടിച്ച സ്ഥലത്തൊന്നും ചെയ്യുന്നത്. കരി കാരണം അതുകൊണ്ടാണ്. എന്നാൽ ചകരി മേലെ വെച്ചിട്ടാണല്ലോ, പഴയ രീതിയിലാണ് നമ്മൾ കലത്തപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാത്രത്തിന് ചടീൻ്റെ മേലെ
കൽത്തപ്പം ചകിരി വെക്കണം പ്ലേറ്റിൽ, എന്നല്ലേ കൽത്തപ്പായി വരും. അപ്പോൾ അതുകൊണ്ടാണ് കരി പിടിച്ച് വരിക. പിന്നെ പറഞ്ഞ് സമയം പോയി എൻ്റെ ഈ സംഭവം ആവുകയും ചെയ്തേ. ഇത് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് അവരോട് എല്ലാവരോടും മക്കളോട് അഭിപ്രായം ചോദിക്കാം. അതിൻ്റെ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. ഓക്കെ, നമുക്ക് അഭിപ്രായം ചോദിക്കാം. ഇതിൽ സോസ് കുറവാണോ എന്നുള്ളൊരു സംശയം കാരണം ഞാൻ വീണ്ടും സോസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാൻ പോകും, കാരണം കാണാനൊരു ഗുമ്മില്ല. അപ്പോൾ അങ്ങനെയാണല്ലോ, കാണാനൊരു രസം വേണം, കഴിക്കാൻ രസമില്ലെങ്കിൽ. ഇത് എവിടെ നിന്ന് ഉണ്ടാക്കുന്ന സോസാണെന്നൊന്നും അറിയില്ലേ. നമ്മൾ സോസ് ഉണ്ടാക്കലുണ്ട്, സമയമില്ലാതെ കൊണ്ട് ആക്കിയില്ല. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് സോസൊക്കെ ചേർന്നപ്പോൾ കാണാനൊരു രസമുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട്?